എനിക്കങ്ങ് ഞെട്ടല. കാരണം ഇന്നും എന്റെ വീട്ടിൽ എന്റെ മോൾ എപ്പോഴും മൈബോസ് ഭയങ്കര ഇഷ്ടം ആൾക്കാർ. അപ്പൊ അത് അവൾ ഇടയ്ക്കിടയ്ക്ക് ഇടും. അപ്പൊ എന്റെ മനസ്സിൽ ജീവൻ ഇന്നും ആ ചെറുപ്പത്തിൽ അവൻ അവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്തത്. ഈ താടി മീശ എടുത്ത് അത് തന്നെ ചേച്ചി. ആണോ? കയ്യിലിരിപ്പ് എങ്ങനെയാ? അനുവിന്റെ അറിയുള്ളൂ. കയ്യിലിരിപ്പ് അതുപോലെയൊന്നുമല്ല, ഭയങ്കര മെച്ചൂർഡ് ആയിട്ടുള്ള ഒരാളാണ്. ഓ ആണ്. അപ്പൊ അതിൽ നിന്നും കുറെ ഇതായി. അന്ന് എന്തൊരു മെച്യൂരിറ്റി ആയിരുന്നു. ദിലീപേട്ടനെ ഇട്ട് വറുത്ത് പൊരിക്കണ്ടായിരുന്നല്ലോ. ഈ മുഖത്തേക്ക് ഇങ്ങനെ നോക്ക്. ഈ താടിയൊക്കെ വന്നപ്പോഴേ പെട്ടെന്ന് വേറെ ഇത്രയും വലിയ ചെക്കനായോ, ഇത്രയും ഇയേഴ്സ് ആയോ എന്നൊക്കെ അങ്ങനെ ഒരു ആർക്കും പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അത് അല്ല, മിക്ക ആൾക്കാർ ഇപ്പൊ കാണുമ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പണ്ടത്തെ ഒരു ലുക്ക് പെട്ടെന്ന് പറയൂല ആൾക്കാർ. ഈ ഒരു ഇത് താടി മീശ ഇത് വന്നോണ്ടും കൂടി അത്രയും പിന്നെ പെട്ടെന്നൊരു ചേഞ്ച് ആയി പെട്ടെന്ന് മനസ്സിലാവാൻ പാടാ. ഇങ്ങനെ സൂക്ഷിച്ചു നോക്കും, അതാണോ ഇത് എന്നൊക്കെ ചോദിക്കാം. ശരിക്കും എന്നാലേ ഉള്ളു. അല്ലാതെ പെട്ടെന്ന് ആ കുട്ടി തന്നെയാണ് ഇതൊന്നും പെട്ടെന്ന് ആർക്കും ഒന്നും ഒരു ഇത് വരില്ല. പിന്നെ ഇപ്പൊ വലിയ ഫ്രെയിമും ഇതൊക്കെ കൂടെ വെച്ചപ്പോഴത്തേക്ക് ഒന്നും ഇതാവുന്നില്ല. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ കൊല്ലം മുതൽ കേട്ടോണ്ടിരിക്കുന്ന ന്യൂസാണ്. ഇപ്പോഴും ഈ പ്രാവശ്യത്തെ വീണ്ടും ഓണം എത്തുകയാണ്. ഇപ്പോഴും കേട്ടോണ്ടിരിക്കണു അനു ജീവനും ഒന്നിക്കുന്നു. നിജം സത്യം എന്താണെന്നൊന്ന് അറിഞ്ഞാൽ നമുക്ക് അവിടെ ശരിക്കും നിങ്ങളുടെ കല്യാണം തീരുമാനിച്ചോ? നമ്മുടെ ഇവിടെ എല്ലാരും പറയണ്ടേ നിങ്ങളൊരു ഇപ്പൊ ഫിക്സ് ചെയ്തു എല്ലാം ആയി. ഫിക്സ് ചെയ്തതില്ല പിന്നെ ആരുമായിട്ടോ? ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജീവൻ. ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ. മെയിലിൽ നോക്കുകയാണെങ്കിൽ ഗേൾസ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ബോയ്സിന്റെ സൈഡിൽ ഇവൻ മാത്രമേ ഉള്ളൂ. അപ്പം റീല് ചെയ്യുന്നതാണെങ്കിലും ഫോട്ടോഷൂട്ട് ചെയ്യണമെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഞാനും ജീവനും ഒരുമിച്ചൊക്കെ. അപ്പം അങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായി അങ്ങനെ ചിന്തിക്കുമല്ലോ എല്ലാവരും. അങ്ങനെ ചിന്തിച്ചാണ് ഓരോന്ന് ഇറക്കുന്നത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് എല്ലാരും പറയുന്നത് ഇപ്പൊ നിങ്ങൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്തൊരു കഥ ഉണ്ടാക്കണതാണ്. ശരിക്കും ഒരു ദിവസം നമ്മളൊരു സുപ്രഭാതത്തിൽ ദാ അനു ജീവനും തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചു, ഇന്ന ദിവസം കല്യാണം തുടങ്ങിയ സമയം തൊട്ട് ഞാൻ സഹിച്ചോണ്ടിരിക്കുകയാണ്. എന്താടാ മോശമായി പോയി. അങ്ങനെയല്ലല്ലോ ഇപ്പോഴും പറഞ്ഞതല്ലേ ജീവൻ? അങ്ങനെ നമ്മള് നല്ല ഫ്രണ്ട്സ് ആണ്. അങ്ങനെ എനിക്കങ്ങനെ ഈ അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അല്ല അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ബെസ്റ്റ് ഫ്രണ്ട് മാത്രമല്ല, ഞങ്ങളുടെ വീട്ടിലൊരു മെമ്പർ പോലെയാണ്. ഒരാളെ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റുമോ? പിന്നെ നല്ല ഫ്രണ്ട് ആണ്. വീട്ടിൽ എല്ലാവരുമായിട്ട് ജെല്ലാവുന്നുണ്ട്. വീട്ടിൽ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ആയി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടാനൊന്നും പറ്റത്തില്ല. അപ്പൊ പിന്നെ ഇത് ഒന്നും സെറ്റ് ആവാത്ത ആളെ വേണോ കല്യാണം കഴിക്കാൻ? അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനെയാ? ഇപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ പ്രണയം അതൊന്നും ഇപ്പൊ ഇല്ല. എന്നാലും അതെന്തോ ഒരു എസ്കേപ്പിസമാണ്. അന്ന് നീ അറിയുന്നത് അല്ല. അങ്ങനെയല്ല. അങ്ങനെ ഞാൻ ജീവൻ തമ്മിൽ അങ്ങനെയൊന്നുമില്ല. നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോവുകയാണ്. പിന്നെ അത് അസൂയപ്പെടുന്ന കുറച്ച് പേര് കാണും. അവരൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നത്. ഇപ്പൊ എന്നോട് തൊട്ട് മുമ്പേ പറഞ്ഞു എന്റെ കല്യാണം വേറൊരാളായിട്ട് ഫിക്സ് ആയിരുന്നു. അത് ആൾക്കാർ എന്നെ ഉണ്ടാക്കി പറയുന്നതാ. തങ്കച്ചേട്ടനായിട്ട്. പിന്നെ വേറെ ആരൊക്കെയാണ് ഒത്തിരി പേര് പറയാൻ പാടില്ലാത്ത ഫോട്ടോസ് ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് കുറെ ആൾക്കാർ. അത് മാത്രമല്ല, എന്റെ കൂടെ ഏതെങ്കിലും ഒരു ഫാൻ ബോയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് ഞാൻ അത് ടാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം യൂട്യൂബിൽ വരും അനുവും ഈ ഒരാളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു, അനുവിന്റെ ഭാവി വരാൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ എത്ര എണ്ണം കേട്ടു? എത്ര പേര്? ഒരുപാട് 10-15 പേര്. 15 പേരോ? എന്റെ അമ്മേ. അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പൊ ജീവനാണെങ്കിൽ ഇങ്ങനെ എത്ര പേരോട് കിട്ടിയെന്നുള്ള ഇത് കിട്ടിയിട്ടുണ്ട്? ഒത്തിരി പേര്. ഒരുപാടുണ്ട് ചേച്ചി. ആണല്ലേ? നമ്മൾ ഈ ഷോർട്ട് ഫിലിംസും ഈ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ വരും. പക്ഷെ ഇതിപ്പോ സത്യമായിട്ടും നിങ്ങളിപ്പം ഒരുമിക്കാൻ കൂട്ടാക്കുന്നില്ല. നമ്മൾ നല്ല ഫ്രണ്ട്സ്. എനിക്ക് ജീവന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു ഇതുണ്ട്. പക്ഷെ എപ്പോഴും ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ ജീവൻ അനുമോൾ അങ്ങനെ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടുകയാണ് ജീവന്. പറയടാ അങ്ങനൊന്നും ഇല്ല. അതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. അങ്ങനൊന്നും ഇല്ല. ശരി, എന്നാ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല, പോട്ടെ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും ഇപ്പൊ കല്യാണം നിങ്ങളുടെ ഡേറ്റ് തീരുമാനിച്ചു എന്നാട്ടോ വിചാരിച്ചു. ഡേറ്റ് ഇങ്ങനെ നവംബർ 24-25 കല്യാണം എന്നുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഉണ്ടായത് അതിൽ നിന്നാണ് ഒരുപാട് ഇതായത്. കാരണം ഞാൻ ഐശ്വര്യ രാജീവ് പുള്ളിക്കാരുടെ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസമായിരുന്നു കല്യാണം. ആ ടൈമില് ഞാനും ഷിയാസിക്ക ആതിര മാധവും കൂടെ റിസപ്ഷൻ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് മീഡിയക്കാർ ചോദിച്ചു എപ്പോഴാ കല്യാണം എന്ന് ചോദിച്ചു. അനുവിനെ കല്യാണം കഴിപ്പിച്ച് വിടുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഷിയാസിക്ക പറഞ്ഞു അനുവിന്റെ കല്യാണം ഉടനെ ഉണ്ട്, നവംബർ 24-25 എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന്
ശരി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ചോദിക്കത്തില്ലല്ലോ മീഡിയക്കാർ, എവിടെ ഇനാഗുറേഷന് പോയാലും ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് പോയാലും ഏതെങ്കിലും ഫംഗ്ഷൻ എന്ത് പോയാലും മീഡിയക്കാർ ആദ്യം ചോദിക്കുന്നത് എന്നാ അനുവിന്റെ കല്യാണം, എന്നാ അനുവിന്റെ കല്യാണം, എന്നാ അനുവിന്റെ കല്യാണം. ഇവരൊന്നും ചോദിക്കില്ല, പുതിയ പ്രോജക്റ്റിനെ പറ്റി ചോദിക്കില്ല, ഒന്നിനെ പറ്റിയും ചോദിക്കില്ല. കല്യാണം കല്യാണം, ഇതിനൊക്കെ കല്യാണത്തിന് ഇത്രയും വലിയ പ്രസക്തി ഉണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുക. പ്രസക്തി ഉണ്ടോന്ന്. അപ്പൊ എന്ത് ചെയ്തു, എന്റെ കല്യാണം നവംബർ 24, 25 തീയതി എന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. പിന്നെ അതിനുശേഷം ചോദിക്കത്തില്ല. ഇപ്പൊ ഞാൻ ഇനാഗുറേഷനൊക്കെ പോകുമ്പോ അത് ചോദിക്കില്ല. നവംബർ 24, 25 കഴിയുമ്പോ അന്നൊരാളുടെ കല്യാണം ഉണ്ട്, അന്നൊരാളുടെ കല്യാണം ഉണ്ട്. ആരുടെ? എന്റെയോ? എന്റെ കല്യാണം നീ അറിയത്തില്ലേ? അന്ന് ഒരു ആർട്ടിസ്റ്റിന്റെ കല്യാണം ഉണ്ട്. അത് ഞാൻ എന്താ പറയാ പുറത്തു വിട്ടിട്ടില്ല. അന്ന് ആ ആർട്ടിസ്റ്റിന്റെ കല്യാണം അല്ലേ, പക്ഷെ അനുവിന്റെ കല്യാണം അല്ലല്ലോ. അല്ല. അപ്പൊ അത് കഴിയുമ്പോ അന്ന് എന്റെ അടുത്ത് മീഡിയക്കാർ ചോദിക്കും അനുവിന്റെ കല്യാണം, അന്ന് ആ ടൈം പറയും. കാരണം എന്ത്, പക്ഷെ ആ സംഭവം അത് സർപ്രൈസ് ആണ് ചേച്ചി. അന്ന് നമ്മൾ അടുത്ത നുണക്കഥയിലേക്ക് പോകും. അതെ അതെ, അത് സർപ്രൈസ് ആണ്. അതെ അതെ, പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസ് ആണ്. ഓക്കെ. അല്ല അതെങ്ങനെ ഇത് നാളെ എന്റെ ആകാം, വേണമെങ്കിൽ വേറൊരാളുടെ ആകാം, അങ്ങനെ. നിങ്ങളുടെ തന്നെ കല്യാണം 24, 25. എന്റെ പൊന്നെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തെല്ലാം, എനിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൽ ഞാൻ പറയും ഞാൻ ഇപ്പോഴേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ തുടങ്ങുമായിരുന്നു. ഇല്ല, അങ്ങനെയൊന്നുമല്ല. അത് നവംബർ സമയം ഇനി കുറച്ച് നാളും കൂടെ ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ വരുന്ന നവംബർ 24, 25 ദിവസങ്ങളിലാണ് അനുമോളുടെയും ജീവന്റെയും കല്യാണം. ഓക്കെ, നമുക്കപ്പൊ അന്ന് അറിയാം ആരെയാണ് ശരിക്കും അന്ന് കല്യാണം. അതെ അതെ, ശരിക്കാം. എന്തായാലും ഒരാളുടെ കല്യാണമാണത്. ആണ്. അതെ, ശരി. എന്തായാലും നല്ല ബ്ലഷ് ചെയ്തിട്ടാണ് അത് പറയണത്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കല്യാണമാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളുടെ കല്യാണം. ആണോ? എന്നാ ജീവൻ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ പോണോ? അല്ല, നോക്കട്ടെ. ശരി. അപ്പൊ ഇങ്ങനെ കൊറേ ഇങ്ങനെ കേൾക്കുമ്പോഴേക്ക് ജീവൻ എന്താ തോന്നണേ, ഇവളെ എന്നാ പ്രേമിച്ച് കളഞ്ഞാലോ, ഇവളെ എനിക്ക് സെറ്റ് ആവുന്ന അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട്? കാരണം നിങ്ങൾക്ക് ജെനുവിനായിട്ട് ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും കേൾക്കുമ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് സ്വാഭാവികമല്ലേ നമുക്ക് തോന്നാം, ഓക്കെ ഇതെനിക്ക് സെറ്റ് ആവൂ ഇവള്, അങ്ങനെ തോന്നി. അതെന്താന്നറിയോ തോന്നാതെ, നമ്മൾ ഫുൾ ടൈം എന്താ പറയണ്ടേ, ടോം ആൻഡ് ജെറി ആയിട്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മൾ കൂടുതൽ എല്ലാ കാര്യങ്ങളും ഓപ്പൺ സംസാരിക്കും. നമ്മൾ ഈ വെബ് സീരീസ് ചെയ്തപ്പോ തൊട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ ആയിരുന്നു അതിനകത്ത്. എന്ന് വെച്ചാൽ റൊമാൻസും അങ്ങനെ അല്ല, റൊമാൻസിന്റെ മാത്രമല്ല, അവര് ഈ രണ്ട് ക്യാരക്ടർ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടിയും വഴക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് ആ ഒരു ക്യാരക്ടറിൽ തന്നെ നമ്മളായി. പിന്നെ ഞങ്ങള് രണ്ടുപേരും തമ്മിൽ അങ്ങനെ ഒരു ഈ കണക്ഷൻ ആണുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ അടിയും വഴക്കും, അല്ലെങ്കിൽ എന്താ പറയണ്ട, ഒരു അങ്ങനെ ഒരു വേറൊരു രീതിയിലേക്ക് ഇതുവരെ അങ്ങനെ നമ്മള് ചിന്തിച്ചിട്ടില്ല. അതായത് മറ്റേ അബിവേഡ്സ് അതിന്റെ 2021 ആണോ? ലാസ്റ്റ് മന്ത് ആ ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അബി മഹി അല്ല, അന്ന് ആ ടൈമിൽ അബിവേഡ്സ് മഹി ആയിരുന്നു. അത് ഒരു എനിക്കൊന്ന് ഒരു എത്ര 3 ഇയർ പോയി കാണും. അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ വീണ്ടും തുടങ്ങാൻ പോകും അബി മഹി. അത് ഭയങ്കര നല്ല വ്യൂവേഴ്സ് ഉള്ള ഒരു പ്രോഗ്രാം. പേര് മാറ്റി അബി മഹി. അതെ, അത് പ്രേക്ഷകരുടെ നിർബന്ധപ്രകാരമാണ് അതിപ്പോ വീണ്ടും തുടങ്ങുന്നത്. ആ ടൈമിൽ ഒരു ലോക്കൽ ചാനലിലായിരുന്നു ആ ഒരു പ്രോഗ്രാം പൊക്കോണ്ടിരുന്നത്. പക്ഷെ നല്ല വ്യൂസ് ആയിരുന്നു. യൂട്യൂബിനകത്തൊക്കെ 1 മില്യൺ 2 മില്യൺ അങ്ങനെ പോകുമായിരുന്നു. വെറുതെ തുടങ്ങിയതായിരുന്നു ആ പ്രോഗ്രാം. പിന്നെ അത് ആ ഒരു ചാനലിൽ നിന്നും വേറൊരു ചാനലിൽ ഡയറക്ടർ തുടങ്ങി, ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങി. അതിൽ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അതെ അതെ, അത് ഭയങ്കര ഹിറ്റ് ആയിട്ട് അന്ന് എല്ലാരും ഭയങ്കര ഇതല്ലേ, 2 മില്യൺ വരെയൊക്കെ എത്തിയല്ലേ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, എല്ലാരും കാണുന്നുണ്ടായിരുന്നു. ഭയങ്കര രസമാണ്. കാരണം നമ്മള് ഒരു വീടിനകത്ത് ഒരു ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് നടക്കുന്നതാ. പിന്നെ ഇഷ്ടമാണ്, പരസ്പരം ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ്, പക്ഷെ നമ്മൾ പുറമെ ഭയങ്കര അടിയാണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളതും റൊമാൻസ് അങ്ങനെയൊക്കെ വരുന്ന ഒരു അടിപൊളി ഒരു സിക്കോം പോലത്തെ. അതെ, അതാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ ഒരാളെ തന്നെ നമുക്ക് റൊമാൻസ് ചെയ്യാനും അടി കൂടാനും ഒക്കെ സെറ്റാന്ന് തോന്നുന്നതേ ഇല്ലേ? സെറ്റാണെന്ന് കുഴപ്പമില്ല, ഈ വൈബ് ഒക്കെയാണ്. ഇത് ഞാൻ വിചാരിക്കുന്നത് എങ്ങോട്ട് പോകുന്നത്, ഞാൻ എന്റെ മനസ്സിലുള്ളത് പറയട്ടെ. എടാ നീ എന്നോട് പറയാറുള്ള എന്താണെന്നറിയാമോ, നിന്നെ കെട്ടുന്നവന്റെ എന്റെ പൊന്നോ നിന്നെ കെട്ടുന്നവന്റെ കാര്യം അതോ 24 മണിക്കൂർ അതാ പറയുന്നത്. ഇപ്പൊ എന്റെ ചേച്ചി ഇവള് കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്, ഇവളെ കെട്ടിച്ചൊന്നും വിടരുത്. ഈ ആബ്സെന്റ് മൈൻഡഡ് എന്നൊക്കെ ചില ആൾക്കാർ നമ്മൾ പറയില്ല, ഇതായിട്ട് എക്സ്ട്രീം ആണ്. ഈ ഫോണിൽ നോക്കിണ്ടെങ്കിൽ സമയം നമ്മൾ എന്തെങ്കിലും സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പുള്ളിക്കാരി ചിലപ്പം
കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഒരിതും ഞാൻ അത് കാണില്ല. ശ്രദ്ധിക്കുന്നില്ല, കാരണം ഞാൻ അതിനെ ശ്രദ്ധിക്കുക. നീ അത് മാത്രമല്ല, ഞാൻ phone- ഉറങ്ങി കിടക്കുകയാണെങ്കിലും എവിടെയെങ്കിലും ഇപ്പൊ ഉറങ്ങി കിടക്കാന്ന് വിചാരിച്ച ലൊക്കേഷനിൽ അവിടെ എന്ത് നടന്നാലും ഞാൻ എണീക്കത്തില്ല. അവിടെ എല്ലാരും പറയാറുണ്ട് ഉറങ്ങിക്കളയും. ഞാൻ ഉറങ്ങും. ബോധമില്ല, അതാണ്. അത് തന്നെ, അപ്പൊ എളുപ്പമുണ്ടല്ലോ, ഇല്ലാത്ത കാര്യം. പിന്നെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ബോധമില്ലാത്ത എന്നാലും ഞാൻ ജീവന്റെ അടുത്തൊരു ചോദ്യം ഞാൻ വഴിയിലൊക്കെ കേറി ശല്യപ്പെടുത്തുകയാണ് ഈ അനുമോള്. ജീവനിലേക്ക് മാത്രം നിൽക്കട്ടെ, ജീവൻ ആൻസർ ചെയ്യൂ, സത്യം പറയൂ. അതില് വൈബ് ഓക്കെ, ഇതുപോലുള്ള വൈബാണ്. പ്രേമിക്കാൻ പറ്റിയ പെണ്ണല്ല. പ്രേമിക്കാൻ പറ്റിയ പെണ്ണൊക്കെയാണ് തന്നെ കേട്ടോ. ആണല്ലേ? എന്താ പറഞ്ഞ ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞു, ഞാൻ പറഞ്ഞ അല്ലാത്ത കാര്യം പറഞ്ഞത്. പ്രേമിക്കാൻ പറ്റിയ ആളൊക്കെ തന്നെയാണ് കുഴപ്പം. ശരി 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 ശരി. അടി വെച്ചു കൊടുക്കാം, മിണ്ടാണ്ടിരിക്കാൻ. ഞാൻ പറയട്ടെന്ന്, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. ആള് ഇപ്പം എന്താ പറയണ്ട, ഒരു വൈബൊക്കെ ഒക്കെ ആയിട്ടുള്ള വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരാള് തന്നെയാണ്. അപ്പം പിന്നെ എന്തുകൊണ്ട് പ്രേമിക്കാൻ കൊള്ളൂല എന്നൊക്കെ എല്ലാരും പറയും. കാരണം എന്ന് വെച്ചാല് ചേച്ചി, ഇനി ഞാൻ പറഞ്ഞോട്ടെ, പറയൂ. കാരണം ഇനി ഞാൻ സംസാരിക്കണ്ടായിരുന്നു. കാരണം വെച്ചാല് ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഇപ്പൊ ഒരു 10 വർഷത്തിൽ കൂടുതലായി. അപ്പോ ഇതുവരെ കോളേജ് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രത്ത്. അപ്പൊ പഠിക്കുന്ന സമയത്ത് ഒത്തിരി പയ്യൻസ് എന്റെ പുറകെ നടക്കുമായിരുന്നു. അത് അല്ലല്ല, അവള് പറയട്ടെ ഉള്ള കാര്യം. എനിക്ക് ഞാൻ കള്ളം പറയുന്ന സ്വഭാവം. ശരി, പയ്യൻസ് പുറകെ നടക്കുക. അപ്പോഴൊക്കെ എനിക്കൊരു അഹങ്കാരമായിരുന്നു അത്. ഇങ്ങനെ എല്ലാരും നടക്കുമ്പോ നടക്കട്ടെ 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 ഇങ്ങനെയായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഒന്നിനെ സെലക്ട് ചെയ്യാന്നുള്ള ഇതായിരുന്നു. അപ്പൊ എത്ര പേര് എത്ര നാള് നടക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നപ്പം ഒരാൾ എന്റെ പുറകെ ഭയങ്കരമായിട്ട് നടന്നു. ഫസ്റ്റ് ഇയർ മുതലേ നടക്കുക. അപ്പൊ ഞാൻ ഒരു സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞത്. കാരണം പുള്ളി പോകുന്നില്ല, ബാക്കി എല്ലാരും ഞാൻ മൈൻഡ് ചെയ്യാത്തോണ്ട് പുള്ളിക്കാരന്മാര് വേറെ വഴിക്ക് പോയി. ഇവൻ പോകുന്നില്ല. അപ്പൊ ഞാൻ പുള്ളിയുടെ നേരിട്ട് പോയി ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ആ റിലേഷൻ പിന്നെ കുറച്ച് നാളെ പോയുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു ഫീൽഡൊക്കെ വന്നതിന് ശേഷം ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പുള്ളി ഞാനിപ്പോ നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നുണ്ട്. പുള്ളിക്ക് ഇപ്പൊ കല്യാണമൊക്കെ ആയി കേട്ടോ. പക്ഷെ ആ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് എന്താ പറയണ്ടേ, എല്ലാരും അറിയുന്ന ഒരു ആർട്ടിസ്റ്റ് ഒക്കെ ആയി. എല്ലാവർക്കും പിന്നെ അറിയാൻ തുടങ്ങി, പിന്നെ ബിസി ആയി തുടങ്ങി. പക്ഷെ ഒരു മനുഷ്യർ അതിനുശേഷം എന്നെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. അതെന്താ അറിയില്ല. വെറുതെ തമാശക്കാണെങ്കിൽ പോലും വന്ന് ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കല്യാണം കഴിക്കാമെന്നോ ആഗ്രഹം ഉണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല ആരും ഇത്രയും നാളെ. അതിപ്പോ ആലോചിച്ച് നോക്കിയിട്ടില്ലേ എന്തുകൊണ്ടായിരിക്കും? സെലിബ്രിറ്റി ആയപ്പോ എന്നെ ആർക്കും വേണ്ട. സെലിബ്രിറ്റി ഞാൻ ഒത്തിരി പേരത്തൊക്കെ ഇങ്ങനെ നമ്മളെ കൂടുതൽ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇങ്ങനെ ഇപ്പൊ കല്യാണം എല്ലാവരും കഴിഞ്ഞു. പിന്നെ ഒത്തിരി പേര് ഇപ്പം ഈ പറയുന്ന അഫയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ ഇഷ്ടപ്പെട്ടത്, നിങ്ങൾ എങ്ങനെയാ? അപ്പൊ പറയാം, അത് പെട്ടെന്ന് വന്നതാണ്, പെട്ടെന്ന് ഐ കോണ്ടാക്ട് വഴി ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ ഒരുപാട് പേരെ കാണുന്നുണ്ടല്ലോ, എന്നെ എല്ലാരും കാണുന്ന ഒരു അനിയത്തിയെ പോലെയാ. എവിടെ ചെന്നാലും ഞാനൊരു നല്ലൊരു ചേട്ടനെ കണ്ട നല്ല ചേട്ടനാണെന്ന് തോന്നുന്നു. നോക്കിയ പോലും അവരെന്നെ ഒന്നെങ്കിൽ ചേച്ചിന്ന് വിളിക്കും, എന്നെക്കാളും മൂത്തതായിരിക്കും. ഒന്നെങ്കിൽ എന്നെ ചേച്ചിന്ന് വിളിക്കും, അല്ലെങ്കിൽ മോളെന്ന് വിളിക്കും. അങ്ങനെയാ. കാരണം ഞാൻ ഒത്തിരി പേരെ ചോദിച്ചു, എന്താ എല്ലാരും എന്നെ അങ്ങനെ കാണുന്നെന്ന് ചോദിക്കുമ്പോൾ, അത് നീ ഒരു കുട്ടി ആയോണ്ട് അല്ലെങ്കിൽ നീ ഇങ്ങനെ പൊട്ടിയെ പോലെ നടക്കുന്നുണ്ടാന്നൊക്കെ പറയും. എന്റെ തനി സ്വഭാവം ആർക്കും അറിയില്ല എന്നൊക്കെ ഞാൻ പറയും. അങ്ങനെ അതുകൊണ്ട് എന്നെ ആരും പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഞാൻ എന്തൊക്കെ ഇടയ്ക്ക് ചോദിക്കും, എന്താണ് എന്നെ ആരും പ്രപ്പോസ് ചെയ്യാത്ത? ഞാൻ എനിക്ക് പ്രേമിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, അതൊക്കെ പോയി. അപ്പം ഇവന്റെ ചോദിക്കാൻ പറയും, നീ ഇങ്ങനെ ഒരുപാട് സംസാരിക്കുന്നത് കൊണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ആരും ഇഷ്ടപ്പെടാത്ത. നിന്നെ അല്ലാതെ കാണാനായിരിക്കും ഇഷ്ടം, ഒരു വീട്ടിലൊരു കുട്ടിയെ പോലെ കാണാനായിരിക്കും ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞാലും നമുക്ക് കല്യാണം കഴിക്കണ്ടേ? അതൊക്കെ വിധിയാണ് ചേച്ചി. പുറത്തുനിന്ന് നോക്കുമ്പോ ജാടയാന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ കുറെ എണ്ണം ഒഴിഞ്ഞു പോകാറുണ്ട്. പക്ഷെ എന്തായാലും കുറെ നാളുകളായിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? ഇപ്പൊ 10-15 വർഷം. കുറച്ച് വർഷം. ഞാൻ പേര് മാത്രമേ ഉള്ളൂ. ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നത്. 10 വർഷം. അപ്പൊ ചേച്ചി നോക്ക്, എന്തായാലും അവിടെ ഇരിക്കട്ടെ. ഈ ഒരു ഫീൽഡിലോട്ട് വന്നു. അത് നോക്ക്, എനിക്കറിയില്ല. 10 വർഷം ഈ ഫീൽഡിൽ വന്നിട്ട് കണക്ക് നോക്ക്. മന്ദൂസ് ഫോണാണോ? പ്ലസ് ടു കഴിയുമ്പോ എത്ര വയസ്സാന്ന് കൂട്ട്. 17. അത് കഴിഞ്ഞിട്ട് 27 വയസ്സെന്ന്. ഓക്കെ, അതെന്തായാലും അവിടെ നിക്കട്ടെ. ഇപ്പം ആൾക്ക് എന്താ മനസ്സിൽ, എന്റെ മനസ്സിൽ അങ്ങനെ ഇപ്പൊ പ്രേമിച്ച് നടക്കണമെന്നോ കല്യാണം കഴിക്കണമെന്നോ ഒന്നും അല്ല എന്റെ ആഗ്രഹം. എന്നാലും മനസ്സിൽ ദുഃഖം ഇപ്പൊ എന്നെ ആരും പ്രപ്പോസ് ചെയ്യുന്നില്ല. അതുണ്ടായിരുന്നു. ദുഃഖം തീർക്കുകയാണ് ജീവൻ. അയ്യോ, ക്യാമറ ചേട്ടന്മാർ ആരെങ്കിലും എന്നെ പ്രപ്പോസ് ചെയ്താൽ അതൊരു സുഖം ഉണ്ടെന്ന് പറയാം. അതിനൊരു
ഉണ്ട്. നമ്മൾ ഇന്നും കാണുന്ന ഒരാൾ വന്നിട്ട് പ്രപ്പോസ് ചെയ്യുമ്പോ പക്ഷെ പുള്ളി വേറൊരു കാര്യം പറയട്ടെ, ജീവന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജീവൻ എന്തെങ്കിലും ഒരു നമുക്കിപ്പോ എന്താ പറയണ്ട ഒരു സീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ പുള്ളി അടിപൊളിയായിട്ട് അത് അഭിനയിച്ച് കാണിക്കും. ഇപ്പൊ റീലാണെങ്കിലും ഒരു റൊമാൻസ് സീനായിട്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് അഭിനയിക്കുമ്പോൾ തന്നെ ഇവ ഇത്രയൊക്കെ അഭിനയിക്കും, ഭയങ്കര രസമായിട്ട് അഭിനയിക്കും. അതിൽ നമുക്ക് ഭയങ്കര ഫീൽ തോന്നാറുണ്ട്. അതൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ സംസാരിക്കുമ്പോഴേക്കാണല്ലോ എനിക്ക് തോന്നുന്നതേ ഭയങ്കര ചുടിച്ചുടാന്ന് വായാടി കുടിക്കായിട്ട് സംസാരിക്കുന്നുണ്ട് അനുമോള്. എന്നാൽ ജീവനാണെ വളരെ ക്വയറ്റ് ആണ്, കുറച്ചും കൂടി. നിങ്ങൾ ഭയങ്കര ബാലൻസ് ചെയ്തിട്ടാണ് ശരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ഇത്തരത്തിൽ ഇന്നിപ്പോ നിങ്ങൾ ഒരുമിച്ചാണ് ഈ ഒരു ഷോയിലേക്ക് വരുന്നത്, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഒരുമിച്ചാണ് വന്നത്. അപ്പം ഓക്കെ, നിങ്ങൾക്ക് വന്ന ആളാണ് അല്ല, നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു വൈബ് അറിയാലോ. ശരി, എന്തിന് ഇവനായിരിക്കോ ഫസ്റ്റ് പറയുന്നുണ്ടാവുക, ഞാനായിരിക്കോ? അങ്ങനെ പൊതുവെ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പലതരത്തിലുള്ള ഷോസിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും വെൽ പ്ലാൻഡ് ആണോ? ഇല്ല ഒന്നുമില്ല അല്ലേ. ഇങ്ങോട്ട് വരുമ്പോ പോലും ഞാൻ പറഞ്ഞു അവിടെ ആരാ ഇന്റർവ്യൂ തന്നെ, അപ്പൊ പറയാ ഒത്തിരി പേര് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എന്റെ അടുത്ത് രമ്യ ചേച്ചിയാന്ന് പറഞ്ഞു. അതാരാ, ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല ആരാന്ന്. അപ്പൊ പറഞ്ഞു രമ്യ ചേച്ചി കാണാൻ നല്ല ഭയങ്കര ചേച്ചിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് എടുത്ത് കാണിച്ചു തന്നു ഫോട്ടോ. അപ്പൊ എനിക്ക് ചേച്ചി അറിയാം, പണ്ട് ചേച്ചിയുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ, ഞാൻ വരുന്നില്ല. കാരണം വെച്ചാൽ നേരത്തെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ സ്ഥിരം ചെയ്യുന്ന വേറൊരു പെൺകുട്ടിയുണ്ട്. അപ്പൊ വിളിക്കാൻ വേണ്ടി വന്നേ, പേരൊന്നും എനിക്കറിയില്ല. അപ്പൊ ആ കുട്ടിയൊക്കെ ആണെങ്കിൽ നമുക്കിപ്പം ഏജ് ഒക്കെ വെച്ച് നോക്കണമെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരു പേടിയൊന്നും ഇല്ല. പക്ഷെ ചേച്ചി നമ്മൾ ഇങ്ങനെ കണ്ടിട്ട് റെസ്പെക്ട് എങ്ങനെ സംസാരിക്കും എന്നൊക്കെ ഞാൻ അവരോട് ആ കാര്യത്തെ പറ്റി മാത്രം സംസാരിച്ചോളൂ, വേറെ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്റെ ഏത് പ്രോഗ്രാം കണ്ടിട്ടാണ് ഇത്ര പേടിച്ച് ഞാൻ ചേച്ചിയുടെ ഈ ഒരു ചാനലിന്റെ കുറെ വീഡിയോസ് സെലിബ്രിറ്റികളെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളത്, കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള കുറെ ഞാൻ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയാ കണ്ടോണ്ടിരിക്കാന്, നല്ല രസമാണ് സംസാരമൊക്കെ. എന്നിട്ട് ഇപ്പൊ പേടിയുണ്ടോ? ഇല്ല, എന്റെ അടുത്ത് ഞാൻ എന്തുകൊണ്ട് എന്നെ പേടിക്കുന്നില്ല. നല്ല ഭംഗിയാ കാണാൻ. പിന്നെ എനിക്കറിയില്ല എന്താ ഇപ്പൊ നമ്മൾ ചേച്ചി ഓരോ ആർട്ടിസ്റ്റുകൾ വരുമ്പോ ഓരോ സംസാരമാണല്ലോ, പെരുമാറുന്ന രീതി. അതെ, അപ്പൊ ഇപ്പൊ മനസ്സിലായി. പേടിച്ച് വിറച്ച് അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോ എപ്പോഴും നമ്മളെക്കാളും ഇളയ കുട്ടികളൊക്കെ ആയിരിക്കും ഇന്റർവ്യൂ ചെയ്യുക അല്ലേ, നമ്മൾ പോകുന്നിടത്തൊക്കെ. അപ്പൊ നമ്മളെക്കാളും ഒരു സീനിയർ ആയിട്ടുള്ള ഒരാള് ഇരിക്കുമ്പോ ഫസ്റ്റ് ടൈം ആണ് അപ്പൊ നിങ്ങളെക്കാളും സീനിയർ ഒരാൾ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഇതിലാണ് നിൽക്കുന്നത്. എന്തൊക്കെയാ ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ഇതുവരെ അങ്ങനെ പ്ലാൻ ചെയ്ത് പോയിട്ടില്ല. ഭയങ്കര ബോർ അങ്ങനെ പോയി കഴിഞ്ഞാൽ. അല്ല, എന്നാലും ഏകദേശം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ അറിയാലോ, എന്താ എവിടെ പറയേണ്ടത്. ഇപ്പം ജീവൻ പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് എന്താ തമാശയുള്ള കാര്യങ്ങൾ പറയാല്ല, സീരിയസ് ആയിട്ട് പറയുമ്പോ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ അറിയാം. അങ്ങനെ അതുകൊണ്ട് നേരത്തെ ഒരു പ്രീ പ്ലാനിങ് ഇല്ല. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബോറാവും. പ്രോഗ്രാമിനാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാറില്ല. സ്പോട്ടിൽ എന്താണോ പോകുന്നത് അങ്ങനെ അങ്ങ് പൊക്കോളും. ഓക്കെ, ഞാനിപ്പോ ജീവന്റെ കണ്ടിരിക്കുന്ന റീലിനകത്ത് എല്ലാം കൂടെ അനുമോളാണ്. ഞാൻ വേറെ അല്ലാതെ കണ്ടിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടില്ലേ? അതോ കണ്ടിരിക്കുന്ന കൂടെ സമ്മതിക്കത്തില്ല ചെയ്യാനൊന്നും. അതെന്താ അതെന്താന്നറിയോ, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും വരത്തില്ല. ഞാൻ ചെയ്യാൻ വേറെ ആളെ കണ്ടുപിടിച്ച് ഞാൻ പറയും എന്നെ വെച്ച് ചെയ്യുന്നുണ്ടാണ് നിനക്ക് ഇത്ര റീല്. അതൊന്നല്ല, ഞാൻ പറയും ചേച്ചിയുടെ അടുത്ത് സത്യം പറ, ഇത് പറഞ്ഞ ഫുള്ളും പറയട്ടെ. അപ്പൊ ഇങ്ങനെ കേറും. അപ്പൊ അവൻ പറയും ആര് പറഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മൾ ബെറ്റ് വെച്ചിട്ട് ഇവനെ വേറെ ബെഹറിൽ പോയപ്പം അവിടെ ഒരു ആങ്കർ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളോട് റീല് ചെയ്തു. പെട്ടെന്ന് വ്യൂസ് അതും കേറി. അപ്പൊ ഞാൻ അപ്പൊ എന്റെ കൂടെ ചെയ്യുന്നുണ്ടല്ലേ വ്യൂസ് കേറുന്നേ എന്ന് ഞാൻ ചിന്തിച്ചു. അടുത്ത് നമ്മുടെ ആരാ നമ്മളെ മിത്തേടന്റെ തന്വിയുടെ ചെയ്തു, അതും മില്യൺ കേറി. അപ്പൊ മനസ്സിലായി പുള്ളിയുടെ കഴിവുകൊണ്ടാണ് കേറുന്നത്. അവസാനം പിന്നെ എന്താണെന്നറിയാമോ, സിനിമയിലെ അവസ്ഥ എത്തും. നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് വേറെ ആളെ അല്ല ഇതിപ്പോ ഞാൻ പറയാം. അതിപ്പോ ഇപ്പൊ എന്റെ അമ്മ അച്ഛൻ അവര് വേറെ മക്കളുടെ സ്നേഹം കാണിക്കുമ്പോ എന്താ വിഷമം വരാ, ചെറിയൊരു ദേഷ്യമൊക്കെ തോന്നാറില്ലേ? അതുപോലെ ജീവൻ ഫുൾ ടൈം എന്റെ റീല് ചെയ്തിട്ട് വേറൊരു പെൺകുട്ടിയുടെ റീൽ ചെയ്യാൻ പോകുമ്പോ അറിയാതൊരു അസൂയ തോന്നാറുണ്ട്. അപ്പൊ ജീവൻ പറ, ശരിക്കും ജീവൻ തിരിച്ചുണ്ട് ജീവൻ വേറൊരു പെൺകുട്ടി ഈ പറഞ്ഞ പോലത്തെ നല്ല സുന്ദരി പെൺകുട്ടികളുടെ റീല് ചെയ്യുമ്പോൾ ഈ കാണുന്ന അനുമോള് പൊസസീവ് ആവാറുണ്ട്.
ആവാറുണ്ട് ആ സമയത്ത് വിളിച്ച് ആ പറയും. സമയത്ത് വിളിച്ചു പറയൂ. അല്ല വിളിച്ചു പറയണ എന്ന് പറഞ്ഞാൽ ചെയ്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറയും എന്ത് പറയും? അതോ എന്റെ കൂടെ ചെയ്യാൻ അത്ര ഒന്നും കൊള്ളത്തൊന്നും ഇല്ലെന്നൊക്കെ ആ, പറയും. അങ്ങനെ പറയൂ. അതൊരു ശരിക്കും അവിടെ പോസിറ്റീവ്നെസ് ആണോ അതോ അതെ, അതെ. ടോക്സിക് ആവുകയാണോ ചെയ്യണു? രണ്ട് ടോക്സിക് അങ്ങനെ ടോക്സിസിറ്റി അങ്ങനൊന്നുമില്ല. ഇല്ല. അങ്ങനെ ഭയങ്കര പെട്ടെന്ന് രീതിയിൽ കാണുമ്പോഴേ ഇതൊന്നുമില്ല. എന്നോട് കളിച്ചിട്ട് വേറൊരു പെൺകുട്ടി ദുഷ്ടൻ എന്ന് അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ അത് കഴിഞ്ഞ് അങ്ങ് മാറും. കാരണം അപ്പൊ ജീവൻ ഇപ്പൊ നാളെ വേറൊരു പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു, അപ്പം പ്രണയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കല്യാണം കഴിച്ചു എന്ത് ഞാൻ കല്യാണം കഴിച്ചിട്ട് നീ കഴിച്ചാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. കള്ളി പെണ്ണെ അങ്ങനെ ഇപ്പൊ കെട്ടണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പോവത്തില്ലേ, പിന്നെ നമുക്ക് പിന്നെ ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യണം. എന്റെ കാര്യം നടക്കുന്നോളം വരെ നീ എന്റെ കൂടെ നിൽക്കും, എന്റെ കാര്യം കഴിഞ്ഞ് ഞാൻ സെറ്റായി കഴിഞ്ഞാൽ നീ ഏത് വഴിക്ക് വേണം. ഏത് വഴിക്കുന്നതല്ല, അങ്ങനെ പെട്ടെന്നൊന്നും പോകണ്ട, ഇങ്ങനെയൊക്കെ പോയാൽ മതി. എന്തിനാ കല്യാണം കഴിക്കുന്നേ? എനിക്ക് ഇഷ്ടമില്ല. അല്ല ഞാനിപ്പോ ജീവന്റെ രാത്രിക്ക് അനു പലതവണ എന്തെങ്കിലും പറയാൻ വിളിക്കും, ജീവന്റെ നമ്പർ ഫുൾ ടൈം നമ്പർ ബിസിയാണ്. അപ്പൊ അനുവിന് എന്ത് തോന്നുന്നു? അങ്ങനെ ബിസി ആവാറില്ല. അല്ല, ആവാറുണ്ട്. അല്ല, പിച്ചോടിനൊക്കെ വിളിച്ച ഞാൻ ആദ്യം പറയാട്ടോ. ഇവൻ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് എന്തെങ്കിലും പ്രൊമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിന്റെ കാര്യം പറയാൻ വേണ്ടി ആരെങ്കിലും വിളിക്കുമ്പോൾ ജീവന്റെ പെട്ടെന്ന് ചോദിക്കുന്ന പറയുമ്പോൾ ഇവന് ഞാനൊരു 10-25 പ്രാവശ്യം ഞാൻ ഈ ഫോൺ എടുത്തിട്ടുണ്ടല്ല, ആദ്യം വിളിക്കുമ്പോൾ ബിസി എന്ന് കേൾക്കും. അപ്പൊ എന്റെ ഈ ബിസി കേൾക്കുമ്പോ വിളിച്ചോ, ഇവൻ എയർപോർട്ട് വെച്ചിട്ട് അത് കേൾക്കുന്നത്, കയ്യിൽ ഫോൺ ഇരിക്കുകയില്ലേ, ഒന്നെങ്കിൽ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും സംസാരിക്കുക, അല്ലെങ്കിൽ എയർപോർട്ട് വെച്ചിട്ടായിരിക്കും സംസാരിക്കുക. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം വിളിക്കുമ്പോൾ ബിസി, രണ്ടാമത്തെ അപ്പൊ ഈ 10-12 മണിക്കൊക്കെ വിളിക്കുമ്പോൾ ബിസി ആയിരിക്കും, രണ്ടാമത്തെ തവണ വിളിക്കുമ്പോഴും ബിസി, മൂന്നാമത്തെ തവണ വിളിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്തിട്ട് വീണ്ടും വിളിക്കും. 5 ആയി, 6 ആയി, 7 ആയി, 8 ആയി, 9 ആയി, 10 15 ആയിട്ട് ഇവനെ വിളിക്കുന്നത് ഞാൻ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് ബ്ലോക്ക് ചെയ്യും. അപ്പൊ പുള്ളിക്കാരൻ ഞാൻ 2 ഫോണിലും ബ്ലോക്ക് ചെയ്യും, എന്നിട്ട് വാട്സപ്പും ബ്ലോക്ക് ചെയ്യും, ഇൻസ്റ്റാഗ്രാമും ബ്ലോക്ക് ചെയ്യും. എല്ലാം ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്ത് ഇവന്റെ ചേച്ചി വിളിക്കും, അവിടത്തൊന്ന് ബ്ലോക്ക് മാറ്റാൻ പറയാൻ എന്തിനു വിളിച്ചു. എനിക്ക് വേറെ ആരും ഇല്ല വിളിക്കാൻ. ഞാൻ നോക്കുമ്പോ അപ്പൊ എന്നിട്ട് ഒരു നമ്പർ വിളിക്കുമ്പോ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്പർ വിളിക്കുമല്ലോ. അപ്പൊ അതും ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കൂല. അപ്പൊ ഞാൻ എന്റെ റീൽ എടുത്ത് നോക്കും. അപ്പൊ ഈ ബ്ലോക്ക് ചെയ്യുമ്പോ കൊളാബ് പോകും. അപ്പൊ പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ മനസ്സിലായിക്കോണം ബ്ലോക്ക് ചെയ്ത ആളെ എന്തോ പ്രശ്നം കൊണ്ട് പോയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായിക്കോണം. അപ്പൊ ചേച്ചിയെ വിളിച്ചിട്ട് വീണ്ടും ഞാൻ പോകും, ആ കൊളാബ് ഒന്നും കൂടി എനിക്ക് ഇടുവോന്ന്. ഫോൺ എടുത്തിട്ട് സ്വന്തമായിട്ട് അങ്ങ് ഇടും. അല്ല അതെന്താ അറിയുമ്പോ ഇത്രയും മിസ് കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടണം, ഞാൻ ഇങ്ങനെ കോളിലാണ്, ഞാൻ അർജന്റ് ആയിട്ട് അത്യാവശ്യമുള്ള കോള് വരുമ്പോ മാത്രമേ ഞാൻ എടുക്കാതിരിക്കുള്ളൂ. മനസ്സിലാക്കാത്തത് മനസ്സിലാക്കി. ഇതിപ്പോ എനിക്ക് അർജന്റ് ആയിട്ട് ഒരു കോൾ ഇല്ലേ, എന്തുകൊണ്ട് എന്റെ കോൾ എടുത്തില്ല? അപ്പൊ അങ്ങനെയാണല്ലേ ഇപ്പൊ മനസ്സിലായില്ലേ, ഇപ്പൊ സംസാരിക്കുന്ന വേറൊരാളുടെ അടുത്താന്ന് വെച്ചോ, അത് അറിഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പത്തേക്ക് ആളെ വിളിച്ചു ചോദിക്കോ ഇത്രയും നേരം സംസാരിച്ചത് ജീവനായിരുന്നോ? നിങ്ങൾ അങ്ങനെ ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ലേ? എല്ലായിടത്തും ഉണ്ട്, എന്റെ അടുത്ത് മാത്രമല്ലേ. ഇപ്പൊ എന്റെ ചേച്ചി വിളിച്ചോടിക്കുമ്പോ ചേച്ചി ബിസി ആണെങ്കിൽ അമ്മ അടുത്താണെങ്കിലും അമ്മയൊന്നും ബ്ലോക്ക് ചെയ്യത്തില്ല കേട്ടോ, പാവം. ഇല്ല ഞാൻ വിളിക്കുമ്പോ ഞാൻ പിന്നെ വിളിക്കും, എന്ത് വിളിച്ചത്, ഞാൻ എത്ര സമയം കൊണ്ട് വിളിക്കുന്നത്, ആവശ്യമുണ്ടല്ലേ, ഇത്ര സമയം എന്നെ വിളിച്ചോ, അമ്മ എന്നെ വിളിക്കണ്ട വെച്ചോ എന്നിട്ട് ഞാൻ വിളിക്കും. അപ്പൊ അമ്മ എന്നെ വിളിക്കും, അമ്മ ഞാൻ പിന്നെ വിളിച്ചെടുക്കത്തില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വിളിക്കുമ്പോ നമ്മൾ എന്തുകൊണ്ട് ഇപ്പൊ ഒരു മിസ് കോൾ ആണെങ്കിൽ ഓക്കെ, ഒരു 5-6 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വിളിച്ചോണ്ടിരിക്കുമ്പോ അവർ ചിന്തിച്ചൂടെ എന്തോ കാര്യമുള്ളതുകൊണ്ടാണ്, സീരിയസ് എന്തോ ഒരു അർജന്റ് ആയിട്ട് എന്തോ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം അനു വേറെ ആരുടെ അടുത്തെങ്കിലും ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ വിളിക്കാം ഞാൻ അങ്ങോട്ട് എന്ന് പറയും, ജീവനെ വിളിക്കും. കള്ളം പറയല്ലേ, ജീവന് മാത്രല്ല പറഞ്ഞു, അത് സത്യം പറഞ്ഞു. ഞാൻ വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കും ഇന്ന കോളിലാണ് എന്ന്. അത് ചിലപ്പോ വല്ലപ്പോഴൊക്കെ വല്ലപ്പോഴല്ലേ, കള്ളം പറയരുത്, കള്ളം സ്ക്രീൻഷോട്ട് ഒന്നും എടുക്കാൻ നിൽക്കില്ല. ഞാനിങ്ങനെ പറയും, വിളിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന ആളായിരിക്കും വിളിച്ചത്. ഇല്ല ഞാനും ആരെങ്കിലും ഇനി എത്ര ഇനി ആരെന്നൊക്കെ പറഞ്ഞാലും വിളിച്ചോണ്ടെന്ന് ഞാൻ ഇപ്പൊ വിളിക്കാമേ, എനിക്കൊരു കോൾ വരും, ഇപ്പൊ വിളിക്കാം ഇപ്പൊ തിരിച്ചു വിളിക്കും എന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ജീവനെ വിളിച്ചു, ജീവൻ ഇങ്ങനെ ആൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാ, അവർ ഇല്ലടി ഇങ്ങനെ കാര്യമാണോ, ഓക്കെ ശരി ഞാൻ ഇപ്പൊ വിളിക്കാമേ, അയാളെ വിളിച്ചോണ്ടിരിക്കുകയാണ്, ഓക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ പോകും. അതിനിപ്പോ ജീവനെന്നല്ല, ജീവൻ, അമ്മ, അച്ഛൻ, ചേച്ചി, ചേട്ടൻ, നമ്മുടെ സ്റ്റാർ മാജിക് ആരെങ്കിലും ആർട്ടിസ്റ്റുകൾ അങ്ങനെയൊക്കെ വേണ്ടപ്പെട്ടവർ മാത്രം വിളിക്കുമ്പോ പെട്ടെന്ന് ഏത് കോളാണെങ്കിലും കട്ട് ചെയ്തിട്ട് ഞാൻ അവരെ തിരിച്ചു വിളിക്കും. അപ്പൊ അല്ലാതെ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ജീവൻ പറയുന്നത് അങ്ങ് കൺവിൻസ്ഡ് ആവുന്നില്ലെന്ന് വെച്ചോ, എനിക്കത് സെറ്റ് ആവുന്നില്ല, അപ്പൊ എപ്പോഴെങ്കിലും ജീവന്റെ ഫോൺ എടുത്തിട്ട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്ക് അറിയാം ആണ്, അപ്പൊ ഫോൺ ചെക്ക് ചെയ്യാം, അങ്ങനെ സ്വഭാവമൊന്നുമില്ല, എനിക്കുണ്ട് സ്വഭാവം, അവനില്ല. അപ്പൊ ചെക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഞാൻ നല്ലവർക്ക് നോക്കാറുണ്ട് ആരൊക്കെ ഉണ്ട്. പക്ഷേ നിന്നെ കൊണ്ടേ ഇല്ല അങ്ങനെയല്ല, ജീവന് ഫ്രണ്ട്സ് കുറവാട്ടോ, അപ്പം ഞാനാണ് എല്ലാം.
എന്താന്ന് പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഞാൻ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ആവശ്യത്തിന് ഹായ് ബൈ ബന്ധം. ആർക്ക്? എനിക്ക് ഹായ് ബൈ ബന്ധം മാത്രമേ ഉള്ളൂ എല്ലാവരും കാണുമ്പോൾ. എനിക്ക് അങ്ങനെ ഞാൻ ഇപ്പൊ വിരലുണ്ടാവുന്ന ആൾക്കാരുള്ളൂ അതാര് ശരിക്കും. വെരലുള്ള വിരലുള്ളന്നല്ല വെരലെണ്ണുന്ന ആരൊക്കെയാ? വിരലുണ്ടാവുന്ന കുറച്ച് ആൾക്കാരെ ഉള്ളത്. അങ്ങനെ ആൾക്കാരുള്ള എനിക്ക് ഫ്രണ്ട്സ് ആണ്. അല്ല കുറെ വലിയൊരു ഫ്രണ്ട് സർക്കിൾ ഒന്നും അങ്ങനെ ഒന്നും ഇല്ല എനിക്ക്. അപ്പൊ അതിനകത്തുള്ളവരൊക്കെ ഭയങ്കര ഒരു അടുപ്പമുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ വിളിച്ച് അവരുടെ അടുത്തായിരിക്കും ചിലപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം സംസാരിക്കുന്നത്. അല്ലാതെ അങ്ങനെ എപ്പോഴും ബിസി ആയിരിക്കില്ല. പക്ഷെ ബിസി ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോ ഇതണക്ക് കൂടുതൽ സമയം അവരടുത്തായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അപ്പൊ എങ്ങനെ ഫോൺ എടുത്ത സംശയം തോന്നും? ഇല്ല, അങ്ങനെ നോക്കാറില്ല. ചുമ്മാ ഞാൻ അവനെ കാണിക്കാൻ വേണ്ടിട്ട് ഫോൺ കിട്ടാ ഇതിപ്പോ ഇവന്റെ ഫോണെന്ന് ചോദിച്ചപ്പോ തന്നെ നിന്റെ ഫോൺ നോക്കട്ടെ, വാട്സപ്പ് ഒക്കെ നോക്കട്ടെ, എന്നിട്ട് അവരുടെ പ്രൊഫൈൽ പോയി നോക്കും, നോക്കും. നോക്കും അല്ലെ നോക്കും. അത് അവനെ കാണിക്കാൻ വേണ്ടി. ഇതാരും ഈ അഞ്ചു എന്നൊക്കെ പെമ്പിള്ളേർ ഇല്ല പൊതുവെ. അപ്പൊ ഇങ്ങനെ കാണിക്കാറില്ല. അല്ലാതെ ഞാൻ മെസ്സേജ് നടത്തി നോക്കാം. ബാക്കിൽ പോയിട്ട് അങ്ങനെ ഇല്ല. കാരണം അവന്റെ ഫ്രണ്ട്സിന് എല്ലാരും എനിക്ക് അറിയാം. എന്നിട്ട് പക്ഷെ പറഞ്ഞു ചാറ്റ് നോക്കുന്നു പറഞ്ഞു. ഇപ്പൊ നോക്കാറില്ലല്ലോ. ചാറ്റ് മാത്രമല്ല ഈ മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞില്ല ബ്ലോക്ക് ആക്കുമ്പോ കൊളാബ് ഒക്കെ പോകും. അപ്പൊ ഈ ചില വീഡിയോ ഒക്കെ 4-5 മില്യൺ കയറിയ വീഡിയോ ഒക്കെ ചിലപ്പോൾ കൊളാബ് ഒക്കെ പോകും. പുള്ളിക്കാരൻ ഞാൻ നോക്കുമ്പോ എന്റെ ഫോൺ കാണൂല. ഫോൺ എടുത്ത് വെച്ചിട്ട് അത് കൊളാബ് ഒക്കെ എടുത്തിട്ട് ഒന്നുകൂടെ നമുക്ക് ഇപ്പൊ ഒരു ഓപ്ഷൻ ഇടാൻ പറ്റും. വീണ്ടും കൊളാബ് ഇടാൻ പറ്റും. എത്ര കൊളാബ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം കുത്തിയിരുന്നിട്ടോണ്ടിരിക്കും. അങ്ങനത്തെ പണികളൊക്കെ ചെയ്യും.